വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം രാശിചക്രത്തിലെ 12ാമത്തെ നക്ഷത്രമായിട്ടുള്ള ഉത്രം നക്ഷത്രം, ഉത്തര ഫാൽഗുനി എന്നും സംസ്കൃതത്തിൽ പറയാറുണ്ട്. ഈ നക്ഷത്രത്തെക്കുറിച്ചാണ്. ഈ നക്ഷത്ര ജാതർ അവരുടെ ജീവിതത്തിൽ ഏതൊക്കെ ആരാധനാ സമ്പ്രദായമാണ് പിന്തുടരേണ്ടത്, അവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും അവരുടെ ഗുണങ്ങൾക്കും അവരുടെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനുമൊക്കെ ഏതൊക്കെ ആരാധനാ സമ്പ്രദായമാണ് പിന്തുടരേണ്ടത്, ഏതൊക്കെ ദേവതയെ ഏതൊക്കെ ഗ്രഹത്തെയാണ് സ്ഥിരമായിട്ട് ആരാധിക്കേണ്ടത്, ഇതാണ് ഈ വീഡിയോയിലെ വിഷയം. വീഡിയോയിൽ കടക്കുന്നതിന് മുന്നേ വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനൽ എല്ലാ പ്രേക്ഷകരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉത്രം നക്ഷത്രം 12ാമത്തെ നക്ഷത്രമാകുന്നു. ആദ്യത്തിന് പറഞ്ഞ് 3 നക്ഷത്രങ്ങളിൽ ഒന്നാണ് ഈ ഉത്രം നക്ഷത്രം. അതുകൊണ്ട് തന്നെ ആദിത്യപ്രീതി എല്ലാ കാലവും ഈ നക്ഷത്രക്കാർക്ക് വേണ്ടതാണ്. ആദിത്യ ഹൃദയ മന്ത്രം സ്ഥിരമായി ജപിക്കുക, ആദിത്യ നമസ്കാരം ചെയ്യുക, ആദിത്യ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, അതുപോലെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിൽ ആദിത്യന് വിശേഷമായിട്ടുള്ള വഴിപാടുകളും അർച്ചനയും നടത്തുക. ഇതൊക്കെ അവരുടെ ഉയർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ ഉത്രം നക്ഷത്രം 2 രാശികളിലായിട്ടാണ് വ്യാപിച്ചിരിക്കുന്നത്. ആദ്യത്തെ 15 നാഴിക ചിങ്ങൻ രാശിയിൽ, പിന്നീടുള്ള 45 നാഴിക കന്നിരാശിയിലും. പൊതുവായിട്ട് ഈ നക്ഷത്രത്തിന്റെ ഫലത്തെക്കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ നക്ഷത്രക്കാർ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് ആത്മാർത്ഥയോടെ ചെയ്യാൻ താല്പര്യമുള്ളവരും ഉത്തരവാദിത്തം കാണിക്കുന്നവരും ആയിരിക്കും. ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണത ഉണ്ടാവണമെന്ന് നിർബന്ധമുള്ളവരായിരിക്കും ഉത്രം നക്ഷത്രം ജനിച്ച സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തന്നെ. മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കണം എന്നുള്ള മനസ്ഥിതി ഉള്ള വ്യക്തികളുമായിരിക്കും ഈ നക്ഷത്രക്കാർ. പ്രവൃത്തികളിൽ എപ്പോഴും ഒരു ഉത്സാഹം കാണിക്കും, ഒരു ധൃതിയും കാണിക്കും. വാക് വൈഭവം ഉണ്ടാകും. വാക്കുകൊണ്ട്, തൻ്റെ വാക്കിൻ്റെ വൈഭവം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കും. കന്നിരാശിയിലാണ് ഉത്രം നക്ഷത്രം ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 2ാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രന്റെ ആ ഒരു വാക് വൈഭവവും സരസതയും ഒക്കെ ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ അന്യരുടെ ധനം അനുഭവിക്കേണ്ട ഒരു യോഗം ഉള്ള നക്ഷത്രക്കാരാണ് ഉത്രം നക്ഷത്രക്കാർ. പൊതുവെ എപ്പോഴും ഇവർക്കൊരു സഹോദര വിരോധം ഉണ്ടാകും. സഹോദരങ്ങളിൽ നിന്ന് അനുകൂലത കുറയുകയോ സഹോദരങ്ങളുമായിട്ട് സൗഹൃദം കുറഞ്ഞിരിക്കുകയോ ചെയ്യും ഈ ഉത്രം നക്ഷത്രക്കാർക്ക്. അതുപോലെ എപ്പോഴും ഈ ഉത്രം നക്ഷത്രക്കാർ അന്യരിൽ ഒരു കുറ്റം കണ്ടുപിടിക്കുന്നവരായിരിക്കും. തൻ്റെ പ്രവൃത്തിയുടെ മേന്മ പറയുന്നത് പോലെ അതിനോടൊപ്പം തന്നെ അന്യരുടെ പ്രവൃത്തിയിൽ ഒരു കുറ്റം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകൃതക്കാരായിരിക്കും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. മറ്റുള്ളവരെ പിണക്കാതെ സ്വന്തം കാര്യം നേടിയെടുക്കാൻ ശ്രമിക്കുമെന്നുണ്ടെങ്കിലും മറ്റുള്ളവരിൽ എപ്പോഴും ഒരു കുറ്റം കാണിക്കുന്നത് കൊണ്ടും ഒരു കുറ്റം കണ്ടുപിടിക്കുന്നത് കൊണ്ട് അത് സാധിക്കണമെന്നില്ല. സമ്പാദ്യശീലമുള്ള വ്യക്തികളായിരിക്കും ഉത്രം നക്ഷത്രക്കാർ. അനാവശ്യമായ സൗഹൃദങ്ങൾ മുഖാന്തരം മനക്ലേശം ഉണ്ടാകും. സൗഹൃദങ്ങൾ മുഖാന്തരം ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകളും താഴ്ചകളും അനുഭവിക്കുന്ന വ്യക്തികളുമായിരിക്കും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. അതുപോലെ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, അവർ മനസ്സിന് ചാഞ്ചല്യമില്ലാത്ത വ്യക്തികളായിരിക്കും. മനസ്സിന് ഒരു ദൃഢതയുള്ളവരും ഏത് കാര്യത്തിലും ഒരു പൂർണ്ണത ഉള്ളവരും ഏത് കാര്യം എടുത്താലും അത് പൂർത്തീകരിക്കാൻ നിർബന്ധ ബുദ്ധി ഉള്ളവരുമായിരിക്കും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. ധനമുള്ളവളും സമർത്ഥയും കുടുംബകാര്യത്തിൽ വിൽപ്പത്തിയുള്ളവളും ആയിരിക്കും കന്നി കൂറിൽ ജനിച്ച ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. മാത്രമല്ല കന്നിക്കൂർ ഒരു സ്ത്രീരാശിയാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ള ആ സൗന്ദര്യ സൗഭാഗ്യാദികളെല്ലാം തന്നെ പൊതുവെ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് കാണാറുണ്ട്. കന്നിക്കൂറുകാർക്ക് പൊതുവെ വലിയ രോഗങ്ങളൊന്നും വരുന്ന ഒരു പതിവില്ല. രോഗങ്ങൾ കുറഞ്ഞിരിക്കും. ഇനി ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ അവരുടെ ഓരോ ജീവിത കാലഘട്ടത്തിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ദശയാണ് അനുഭവിക്കേണ്ടത്, ദശാകാലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഉത്രം നക്ഷത്രക്കാർ ജനിക്കുന്നത് ആദിത്യന്റെ ദശയിലാണ്. ഈ ആദിത്യന്റെ ദശ അവർക്ക് 6 വർഷമാണ്. ഉത്രനാളിന്റെ തുടക്കത്തിൽ ജനിച്ചാൽ 6 വർഷവും ആദിത്യന്റെ ദശ അനുഭവത്തിൽ കാണും. എന്നാൽ പൊതുവെ അങ്ങനെ എല്ലാവർക്കും കിട്ടാറില്ല. ഒരു 3 വയസ്സിന് മുകളിൽ 5 വയസ്സിനകത്തുള്ള കാലഘട്ടം അവർ അനുഭവിക്കുന്നത് ആദിത്യന്റെ ദശയാണ്. ആ കാലഘട്ടത്തിൽ ശിവനെ ആരാധിക്കുക, ബാലാരിഷ്ടത പരിഹാരമായിട്ട് മൃത്യുഞ്ജയാദി ഹവനങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക. അതിനുശേഷമുള്ള 10 വർഷത്തോളം അവർക്ക് ഉത്രനാളുകാർക്ക് ചന്ദ്രദശയാണ്. ജാതകത്തിൽ ചന്ദ്രന്റെ പക്ഷബലം പോലെ ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. എന്നാലും പൊതുവെ ഉള്ള ഒരു 12-13 വയസ്സ് വരെ ഉത്രം നക്ഷത്രക്കാർ അനുഭവിക്കുന്ന ചന്ദ്രദശാ കാലഘട്ടത്തിൽ അവർ ദുർഗാ ഭഗവതിയെ മനസ്സുകൊണ്ട് ആരാധിക്കുക. അവർ ദുർഗാ ഭഗവതിയെ സ്ഥിരമായിട്ട് ആരാധിക്കുക. അതിനുശേഷം വരുന്ന 7 വർഷത്തോളം ചൊവ്വയുടെ ദശയാണ് ഇവർ അനുഭവിക്കുന്നത്. ചൊവ്വ പൊതുവെ ഉത്രം നക്ഷത്രത്തിന് അത്ര അനുകൂലപ്പെട്ട ഒരു ഗ്രഹമല്ല. കാരണം ചന്ദ്രാൽ അഷ്ടമാധിപനാണ് ചൊവ്വ. ഗുണം നൽകുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചൊവ്വയിൽ നിന്ന് ആ ദശയിൽ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ ആയിരിക്കാം. ഒരു 13 വയസ്സിന് 20-21 വയസ്സുള്ള കാലഘട്ടത്തിൽ ചൊവ്വാദശ കാലഘട്ടത്തിൽ ഇവർ സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയും വിദ്യയ്ക്ക് വേണ്ടി, വിദ്യാഗുണത്തിന് വേണ്ടി, ബുദ്ധി വൈഭവത്തിന് വേണ്ടി ആരാധിക്കുന്നത് തീർച്ചയായും വേണം.
അതിനുശേഷം വരുന്ന 18 വർഷത്തോളം രാഹു ദശയാണ് ഇവർ അനുഭവിക്കുന്നത്. ഈ രാഹു ദശ കാലഘട്ടത്തിൽ സർപ്പപ്രീതി വേണം, ഭദ്രകാളിയും ആരാധിക്കുക. ശാക്തേയ പ്രീതിയും സർപ്പപ്രീതിയും കൊണ്ട് മാത്രമേ രാഹു ദശയിൽ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം 20 വയസ്സിന് മുകളിൽ 38-39 വയസ്സുകളുടെ കാലഘട്ടത്തിൽ ഉത്തര നക്ഷത്രക്കാർ അനുഭവിക്കുന്ന രാഹു ദശാകാലം പൂർണ്ണമായി അനുകൂലമായിരിക്കില്ല. ആ സമയത്ത് കുടുംബ സൗഖ്യത, മനസ്സൗഖ്യത, കർമ്മത്തിന്റെ ഗുണങ്ങളൊക്കെ അനുഭവത്തിൽ വരാൻ വേണ്ടിയിട്ടും ആ പറഞ്ഞിരിക്കുന്ന മേഖലകൾ എന്തെങ്കിലും ദുരിതമോ ക്ലേശമോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് സർപ്പപ്രീതി വരുത്തുക, ഐല്യപൂജാദി കാര്യങ്ങൾ ചെയ്യുക, രാഹു കേതു പൂജ ചെയ്യുക, അതിനോടൊപ്പം ശക്തിയോപാസന, ദേവിയെ ആരാധിക്കുക. ഇത് രണ്ടും അവർ ചെയ്യേണ്ടതാണ്. അത് കുടുംബ സൗഖ്യതയ്ക്കും ധനഗുണത്തിനും കർമ്മത്തിനും ഒക്കെ തന്നെ ഉയർച്ച നൽകും. അതിന് മേലുള്ള ഏകദേശം ഒരു 38-40 വയസ്സിന് മേലുള്ള 16 വർഷം ഇവർ അനുഭവിക്കുന്നത് വ്യാഴദശയാണ്. വ്യാഴം എന്ന് പറയുന്നത് ഇവർക്ക് ചന്ദ്രൻ 4ഉം 7ഉം ഭാവാധിപതിയാണ്. മനസ്സിന്റെ സുഖവും സൗഹൃദവും വിവാഹാദി കാര്യങ്ങളിൽ നിന്നുള്ള ഗുണങ്ങളും കുടുംബജീവിതത്തിലെ ഗുണങ്ങളും ഭാര്യാഭർത്തൃ ഗുണങ്ങളും ഒക്കെ നൽകേണ്ട ഒരു ഗ്രഹമാണ് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം. ആ പറഞ്ഞിരിക്കുന്ന വ്യാഴദശാകാലത്തിൽ വിഷ്ണു പൂജ സ്ഥിരമായിട്ട് ചെയ്യുക, ലക്ഷ്മി നാരായണ പൂജ ചെയ്താലും അതും കുടുംബ സൗഖ്യതയ്ക്ക് നല്ലതാണ്. അതുപോലെ 4ആം ഭാവാധിപതിയായിട്ടുള്ള ആ വ്യാഴം 7ന്റെയും അധിപതിയും കൂടെ ആയിരിക്കുന്നത് കൊണ്ട് സ്ഥിരമായിട്ട് വിഷ്ണു സഹസ്രനാമത്തോടു കൂടി വിഷ്ണുവിനെ ഭജിക്കുന്നത് നല്ലതാണ്. സ്ത്രീകളെ സംബന്ധിച്ചാണ് എന്നുണ്ടെങ്കിൽ അവരുടെ 38-40 വയസ്സിന് മുകളിലുള്ള 16 വർഷത്തോളം വ്യാഴത്തെ ആരാധിക്കുക, അതുപോലെ തന്നെ വ്യാഴാഴ്ച വ്രതമെടുക്കുക എന്നുള്ള കാര്യമൊക്കെ തന്നെ അവരുടെ കുടുംബ സൗഖ്യത്തിക്കും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും സന്താനങ്ങളുടെ ഭാഗ്യത്തിനും ഒക്കെ തന്നെ ഗുണം നൽകുന്നതായിരിക്കും. അതിനുശേഷം ഏകദേശം 54 വയസ്സോടുകൂടി അവർക്ക് ശനിദശ 19 വർഷത്തോളം തുടങ്ങും. ശനി പൊതുവെ കന്നിക്കൂറുകാർക്ക് അനുകൂലമാണ്, നല്ലതാണ്. 19 വർഷം ശനിയാണ്. ആ പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ ശിവനെയും ശാസ്താവിനെയും ആരാധിക്കുക. ശൈവപ്രീതി വേണം, ശാസ്താപ്രീതി വേണം. ശനിയാഴ്ച വ്രതം എടുക്കുക, ശാസ്താവിനെ തൊഴുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് പൊതുവെ ശരീര സൗഖ്യത അനുഭവത്തിൽ വരുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഉത്തര നക്ഷത്ര ഒഴിവാക്കേണ്ട ചില നക്ഷത്ര ദിനങ്ങളുണ്ട്, ചില നക്ഷത്രക്കാരുമുണ്ട്. ഉത്രനാളിന്റെ 3ഉം 5ഉം 7ഉം നക്ഷത്രമായിട്ടുള്ള ചിത്തിര, വിശാഖം, കേട്ട തുടങ്ങിയിരിക്കുന്ന 3 നക്ഷത്രവും ഉത്തര നക്ഷത്രക്കാർ ഒഴിവാക്കണം. അവരുമായി ബന്ധപ്പെട്ട മംഗളകർമ്മങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന 3 നക്ഷത്ര ദിനങ്ങളിലും ഒഴിവാക്കുക. ചിത്തിര, വിശാഖം, കേട്ട ഈ 3 നക്ഷത്രക്കാരുമായുള്ള സൗഹൃദങ്ങൾ, കൂട്ടുകെട്ട്, കൊടുക്കൽ വാങ്ങലൊക്കെ തന്നെ ഒഴിവാക്കുക. സ്ത്രീകളാണെങ്കിൽ ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഈ പറഞ്ഞിരിക്കുന്ന 3 നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായിട്ടുള്ള വിവാഹാദി കാര്യങ്ങളും ഒഴിവാക്കണം. പുരുഷന്മാർക്ക് അവർ ജനിച്ചതിൻ്റെ 3ാമത്തെയും 5ാമത്തെയും 7ാമത്തെയും നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുമായിട്ടുള്ള വിവാഹം ഒഴിവാക്കണമെന്ന് ജ്യോതിഷത്തിൽ പറയുന്നില്ല. മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതും നല്ലതാണ്. ഉത്തര നക്ഷത്രവുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ കാര്യങ്ങളാണ് ഈ വീഡിയോ ഞാൻ പങ്കുവച്ചത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വർക്കല സ്വസ്തി ജ്യോതിഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം.